എപ്പോ? രണ്ടെണ്ണവും കാലി. ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു. നീ എന്ത് ചെയ്യടാ ഇവിടെ? ടോയ്ലറ്റിൽ ഇരുന്നിട്ടോ? ഇനി ചിലപ്പോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഇടോട്ടാവുന്ന എന്റെ പേടി. എടി സുമിത്രേ, നീ ഇന്നലെ ഇവരെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കാൻ എന്താ? ഇതെന്താ? പാല്. അത് ശരി, പാലൊഴിച്ചാണോ തറ ഉടക്കുന്നത്? നിങ്ങളുടെ സാന്തതിയുടെ കയ്യിൽ നിന്ന് താഴെ വീണതാ? ആര് തട്ടിയിട്ടാലും വീഴുന്നത് എന്റെ ചങ്കിലാണല്ലോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കേരള ഭൂമി പത്രത്തിലെ റിപ്പോർട്ടർ ശിവശങ്കർ എന്ന് കേട്ടാൽ ഈ നാട്ടിലെ വൻ തോക്കുകൾ വരെ കിടുങ്ങും. നിനക്ക് മാത്രം എന്നെ വിലയില്ല. രാത്രിയിലത്തെ വരവ് കണ്ട വില വയ്ക്കാൻ തോന്നും. കുടുംബത്ത് സമാധാനം കിട്ടാത്ത എല്ലാ ഭർത്താക്കന്മാരുടെയും രാത്രി വരവ് ഇത്തിരി മോശമായിരിക്കും. എടീ, ഒരു നല്ല ഭർത്താവിന്റെ നല്ല ഭാര്യയാവാൻ നല്ല ട്രെയിനിങ് തന്നെ വേണം. നീ ശരിയല്ല, തീരെ ശരിയല്ല. ഇവിടെ എനിക്ക് റെസ്പെക്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇത്ര രാവിലെ എങ്ങോട്ടാ? നിനക്കിവിടെ നിലം തുടച്ചിരുന്നാ മതി. ഒരു പത്രപ്രവർത്തകന് സമൂഹം മൊത്തം തുടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട്. ഇരട്ടക്കൊല. ഇവിടെന്താ പോലീസ് വാൾക്കൂട്ടൊന്നും കാണാത്തത്? ഡെഡ് ബോഡി കൊണ്ടുപോയോ? എങ്ങനെ? അതോ ആരെ അറിയിച്ചില്ലേ? എന്തോന്ന്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കെല്ലാ വസ്തുതകളും വിശദമായി അറിയണം. ആ യുവമിഥുനങ്ങൾ എപ്പോഴാണ് മുറിയെടുത്തത്? അവർ എവിടെ നിന്ന് വന്നു? എത്ര മണിക്കാണ് അവർ കൊല ചെയ്യപ്പെട്ടത്? ഇയാൾ ആരാ? ഏത് യുവമിഥുനം? എന്തു കൊല? അത് ശരി, സംഭവം മൂടിവെക്കാനുള്ള ശ്രമമാണല്ലേ? മിസ്റ്റർ, ഈ ശിവശങ്കർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെ മൂടി വെച്ചാലും ആ മൂടി ഞാൻ തുറക്കും. സത്യത്തിന്റെ ഭീകരമായ മുഖം ഞാൻ പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കും. റൂം നമ്പർ 256 തുറക്കണം. മിസ്റ്റർ, ഭ്രാന്തുണ്ടെങ്കിൽ ചികിത്സിക്കണം. പുറത്തു പോ. ഇരട്ടക്കൊല നടന്ന് 256 തുറന്നില്ലെങ്കിൽ ഞാനിപ്പോ പോലീസിൽ വിളിക്കും. ഇവിടെ 256 മുറി ഇല്ല, മനസ്സിലായോ? നാരായണനാണോ കൊലപാതകി? ഓ, അവനുടനെ ഒരു കൊലപാതകയായി മാറാനിടയുണ്ട്. ആരെയാണോ കാലത്തെ കൊല ചെയ്യുന്നത്? ഈ ലോഡ്ജിൽ ഒരു ഇരട്ടക്കൊല നടന്നിട്ടുണ്ടെന്ന് ഇയാൾ പറയുന്നു. ഓഹോ, അത് ഇയാളെങ്ങനെ അറിഞ്ഞു? അല്ല, ഇത്ര കൃത്യമായിട്ട് പറയാൻ സാറാണോ കൊന്നത്? നാരായണൻ വരുമ്പോ ഇയാളെ പിടിച്ച് പുറത്താക്കാൻ പറ. എന്നെ പറ്റി കേട്ടിട്ടില്ലേ? ശിവശങ്കർ കേരള ഭൂമി പത്രത്തിലെ? കേട്ടിട്ടില്ല. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്? തീരെ കേട്ടിട്ടില്ല. എന്നാ ഇനി എപ്പോഴെങ്കിലും കേൾക്കുമ്പോ മറക്കാതിരുന്നാ മതി. ശിവശങ്കർ കേരള ഭൂമി. അല്ല, ഇവിടെ കൊല നടന്ന ആരാ സാറിനോട് പറഞ്ഞേ? കൊല നടന്നോ ഇല്ലയോ? സാറേ, ഇന്ന് ഏപ്രിൽ 1. സാറിനെ ആരോ ഫൂളാക്കിയിരിക്കുക. നോ. യെസ്. സാർ എന്നെ വിളിച്ചോ? ഇയാളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാനായിരുന്നു. ഇനി അത് വേണ്ട. പുള്ളിക്കാരൻ പാവോ ഒരു ഏപ്രിൽ ഫൂളാ. മേനോൻ ഹിയർ. ഞാനതൊന്നും നോക്കിയില്ല. ഇനിയിപ്പോ ഷെയർ മാർക്കറ്റിൽ കളിക്കുന്നതിനേക്കാൾ ലോട്ടറി എടുക്കുക. സ്പെക്കുലേഷൻ എനിക്ക് താല്പര്യമില്ല. ഞാനൊരു പുതിയ പ്രോജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈവനിങ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ? യെസ്, കം ഇൻ. എന്താണോ അത്ര രാവിലെ ഒരു അബദ്ധം പറ്റി. അതൊരു പുതിയ കാര്യമല്ലല്ലോ. സായിപ്പ് ഇന്ത്യയിൽ നിന്ന് സ്ഥലം കാലിയാക്കിയിട്ട് വർഷം 46 ആവുന്നു. പക്ഷെ ഇപ്പോഴും നാടൻ സായിപ്പന്മാർക്ക് ആ പഴയ ഹാങ് ഓവർ മാറിയിട്ടില്ല. കന്യാകുമാരിക്ക് എന്തിനാ കാശ്മീർ വഴി പോകുന്നത്? നീ കാര്യം പറ. ന്യൂ ഇയർ, ഹാപ്പി ബർത്ത്ഡേ, ഏപ്രിൽ ഫുൾ. നമ്മുടെ കൾച്ചറിൽ എവിടെയാ ഏപ്രിൽ ഫുൾ?
സായിപ്പിന്റെ ഉച്ചിഷ്ടല്ലേ അതൊക്കെ എന്നെല്ലാരും ചേർന്ന് ഇന്ന് ഏപ്രിൽ ഫൂൾ ആക്കി. ഓ സായിപ്പ് ബുദ്ധിമാനാ. അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഫൂൾ ആകാനുള്ള ഒരു കൊതി അവന് കാണും. നമ്മൾ 365 ദിവസവും ഫൂൾസാ. ഇനി പ്രത്യേകിച്ച് എന്തിനാ ഏപ്രിൽ ഫൂൾ? ഒരു ഏപ്രിൽ ഫൂളിനും ഈ ശിവശങ്കറിനെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. പത്രപ്രവർത്തനം ഒരു യാത്രയാണ്. ആ യാത്രയിൽ അപകടമാണ് എന്റെ സഹയാത്രികൻ. പുതിയ വാർത്ത എവിടെ ഉണ്ടെന്നറിഞ്ഞാലും ഞാൻ ചാടി വീഴും. അതെന്റെ ത്രില്ലാണ്, ശീലമാണ്, ആവേശമാണ്. അടങ്ങി ശിവശങ്കര. ഒരു പത്രപ്രവർത്തനം വേണ്ടത് ആവേശം മാത്രമല്ല. എ ജേർണലിസ്റ്റ് മസ്റ്റ് ബി എ സെൻസിറ്റീവ് ഒബ്സർവന്റ്, ഷാർപ്പ്, ഇൻസ്റ്റന്റ് ആൻഡ് 100% ഡെഡിക്കേറ്റഡ് ടു ഹിസ് പ്രൊഫഷൻ. യെസ്, ഏത് സംഭവത്തിന് ഇടയ്ക്ക് ഉണ്ടാകാവുന്ന ഒരു ട്വിസ്റ്റ് അത് തിരിച്ചറിയാനുള്ള കഴിവ്, പ്രസൻസ് ഓഫ് മൈൻഡ്, കറക്റ്റ്. അതാണ് നിനക്കില്ലാത്തത്. ഉള്ള കഴിവിനുള്ള അംഗീകാരം പോലും എനിക്ക് കിട്ടുന്നില്ല. ഇതാണ് നിന്റെ മറ്റൊരു പ്രശ്നം, കോംപ്ലക്സ്. ഈ ധാരണ ഉള്ളിടത്തോളം കാലം സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. എന്തും വെട്ടിപ്പിടിക്കാനുള്ള വിൽ പവർ നിനക്കതില്ല. ഞാൻ വന്ന കാര്യം സാധിച്ചു. എന്താന്ന്? മാനസികമായി കുറച്ചുകൂടെ തകർക്കപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കയറിയത്. ഓക്കെ, കാലത്ത് ഏപ്രിൽ ഫുൾ, ഇപ്പൊ ഇത് പോട്ടെ. ഓഫീസിലേക്ക് കാണാം. എവിടേക്കെങ്കിലും ആവട്ടെ. ആ പിന്നെ ഇത് മുഴുവൻ ഇപ്പൊ തന്നെ ചേട്ടൻ ഫോൺ ചെയ്ത് സുമിത്രയോട് പറഞ്ഞേക്കണേ. പറഞ്ഞേക്കാം. ദേ, എന്റെ ഭാര്യയുടെ മുമ്പിലെങ്കിലും എന്റെ ഇമേജ് തകർക്കരുത്. നിരപരാധികളായ ഭർത്താക്കന്മാരുടെ ശാപമേറ്റാലുണ്ടല്ലോ, ചേട്ടൻ ഈ വയസ്സുകാലത്ത് കല്യാണം കഴിക്കേണ്ടി വരും. പോടാ പോടാ. ഏതോ ലോഡ്ജിൽ ഇരട്ട കൊലപാതകം നടന്നു പറയുന്ന കേട്ടല്ലോ, ശരിയാണോ? ഞാനറിഞ്ഞില്ല. കഷ്ടമായി പോയി. ഹരി അറിഞ്ഞോ? ഇല്ല. നിന്നെയൊക്കെ എന്തിനു കൊള്ളാം? ശിവശങ്കരൻ ചേട്ടാ അറിഞ്ഞാണോ? ഇല്ല ചേട്ടാ. അറിഞ്ഞു. ഇരട്ട കൊലപാതകമല്ല, ഇരട്ട പ്രസവിച്ചെന്ന്. ആര്? ഇവന്റെ ഊത്ത വയറൻ രാഷ്ട്രീയക്കാരൻ തന്ത. അയാൾ പ്രസവിച്ച വിവരം പ്രസ് ക്ലബിൽ നിന്ന് വിളിച്ച് പറയും, മറ്റു പത്രക്കാരും അറിയട്ടെ. ആ പറ 11:30 ദേവസ്വം ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ പത്രസമ്മേളനം. ദാരിദ്ര്യവാസികൾ അമ്പലം വിഴുങ്ങും, ഒരു ചായ പോലും വാങ്ങിച്ചു തരില്ല. അടുത്ത പറ. 12 കാഷ്യൂ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ പത്രസമ്മേളനം. ആ അത് കൊള്ളാം, കുറച്ച് കശുവണ്ടി എന്തായാലും കിട്ടും. അടുത്ത് തീർന്നാ? ഓ സന്തോഷം. ശിവ, ഇന്ന് ഗിഫ്റ്റ് കിട്ടുന്ന പരിപാടികൾ ഒന്നുമില്ല, കഞ്ഞികൾ. ആ പ്രസ് ക്ലബിൽ 3 പത്രസമ്മേളനം ഉണ്ട്, ശിവൻ നോക്കണം. സാധ്യമല്ല. 3 ഇന്റർനാഷണൽ പത്രപ്രവർത്തകർ പുറത്തിരിപ്പുണ്ട്, അവരെ ഏൽപ്പിച്ചാൽ മതി. നിയമസഭാ സമ്മേളനം കഴിഞ്ഞു, അതുകൊണ്ടാ 3 അടുപ്പൂട്ടിയല്ലോ ഇവിടെ. അല്ലെങ്കിൽ ഏതെങ്കിലും MLA-മാരുടെ പുറകെ നടക്കും. അനിയത്തിക്ക് കോളേജ് അഡ്മിഷൻ, അച്ഛന്റെ സസ്പെൻഷൻ, അമ്മൂമ്മയുടെ പെൻഷൻ, ഒന്നും പറയണ്ട. എല്ലാവരും കണക്ക് തന്നെ. എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടാത്ത പത്രസമ്മേളനത്തിന് നിങ്ങളും പോവാറില്ലല്ലോ. അവർ സന്തോഷമായിട്ട് തരുന്നു, ഞങ്ങൾ സന്തോഷമായിട്ട് മേടിക്കുന്നു. എന്തോ അങ്ങനെ നക്കുന്നത് എനിക്ക് തീരെ ദഹിക്കുന്നില്ല. അയ്യോ, എന്തൊരു സിൻസിയാരിറ്റി. സിൻസിയർ ആണ്. എ ജേർണലിസ്റ്റ് മസ്റ്റ് ബി സിൻസിയർ, ഷാർപ്പ്, ഇൻസ്റ്റന്റ് ആൻഡ് 100% ഡെഡിക്കേറ്റഡ് ടു ഹിസ് പ്രൊഫഷൻ. മേനു സാറിന്റെ വീട്ടിൽ പോയിരുന്നല്ലേ? അവിടുന്ന് ഉണ്ടത് ഇവിടെ ഛർദിക്കണ്ട. വിട്ടുപിടി ശിവ. ലീന. ആ പ്രസ് ക്ലബിൽ 3 പത്രസമ്മേളനം ഉണ്ട്, ലീന നോക്കണം. ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വേറെന്തെങ്കിലും തരാം. പ്രഭു കേരളഭൂമി. ശവോ എവിടെ? കടപ്പുറത്തോ? ശരി. നമ്മുടെ വിഴിഞ്ഞ ഏജന്റ് ഗോപാലകൃഷ്ണ, കടപ്പുറത്ത് അജ്ഞാത ശവശരീരം. ഓഹോ, എന്നാ ഞാൻ പോയി നോക്കാം. വേണ്ട, ശിവൻ ഇവിടെ വേണം. ഞാനൊന്ന് പുറത്തു പോകും. ഇന്ന് പ്രസ് ക്ലബിൽ നിന്ന് പാം ഓയിൽ ഇട്ടുന്ന ദിവസമാണ്. അത് വാങ്ങിച്ച് വീട്ടിൽ കൊടുക്കണം. അജ്ഞാതനെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഞാനിവിടെ ചൊറിയും കുത്തിരിക്കണം. ഓക്കേ. അജ്ഞാത ശവത്തെ ചുറ്റിപ്പറ്റി വല്ലതും. ചുറ്റി പറ്റണ്ട. ഞാനാ ചീഫ് റിപ്പോർട്ടർ, പറയുന്ന അനുസരിച്ചാ മതി. അജ്ഞാതന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം.
സാറിന്റെ വിലയാണോ? എന്താ? എന്റേതാ. ആഹാ, ചേട്ടന്റെ ആണോ? ഇതെന്താ സംഭവം? വെളുപ്പിന് കടലിൽ പോയതാ. ആര്, ശവോ? അല്ല, ആ. ഞാൻ ആഹാ. എന്തരോ വലയിൽ കുടുങ്ങിന്ന് വെച്ച് വലിച്ചു കയറ്റി. അപ്പയാ കണ്ടത്. പിന്നെ നേരെ കരക്കടിപ്പിച്ചു. ശവത്തിന്റെ കൂടെ കിടക്കുന്ന മീൻ ഫ്രീ ആയിട്ട് കൊടുക്കുമോ? അയ്യോ, അത് പോലീസുകാര് പറഞ്ഞു വെച്ചിരിക്കുവാ. ഹായ്. ഫൈൻ ആർട്സ് കോളേജിലെ സ്റ്റുഡന്റ് തന്നെയല്ലേ? അതെ, ആ, മുഖം ശരിക്കും കണ്ടല്ലോ, ചതിക്കരുത്. കണ്ടു. അത് ജീവൻകുമാർ തന്നെയാണ്. പക്ഷെ ഇപ്പോ ജീവനില്ല. ആ, ഇത് ആത്മഹത്യ ആയിരിക്കുമോ, കൊലപാതകമായിരിക്കുമോ, അതോ സ്വയം മരണം വരിച്ചതായിരിക്കുമോ? പറയൂ ചേട്ടാ, എന്തിനാണ് സാധ്യത? ആത്മഹത്യ ചെയ്യാനുള്ള ഇത്ര പ്രശ്നങ്ങളൊന്നും അവനുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ പിന്നെ ദാ, പത്രക്കാരനാണ്. ഇയാൾ എന്തെങ്കിലും വെച്ച് വീശിയാൽ പിന്നെ നിനക്ക് മനസമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. വീശിയില്ലെങ്കിലേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ഇത്രയും മതി. ബാക്കി ആ മനോധർമ്മം പോലെ വെച്ച് താങ്ങിക്കൊള്ളാം. അതാണല്ലോ പത്രധർമ്മം. ശിവ, stop, ഏ? stop. താനെന്തിനാ ഇവിടെ വന്ന്? ഓഫീസിൽ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? ഇത്രയും വലിയൊരു സംഭവം നടന്ന സാഹചര്യത്തിൽ ഓഫീസിൽ ഇരിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ഞാൻ ആ ചീഫ്, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. കടപ്പുറത്ത് ചീഫും ജൂനിയറും ഒന്നുമില്ല. ഒരു സ്കൂപ്പ് കിട്ടുമോ നോക്കട്ടെ. നിക്കടോ, നിക്കവിടെ. ആ സൂപ്പ് എഴുതിക്കൊണ്ട് വാ. അത് പത്രത്തിൽ കൊടുക്കണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിക്കട്ടെ. താൻ ചീഫ് റിപ്പോർട്ടർ മാത്രമല്ലേ, പത്രത്തിനൊരു ചീഫ് എഡിറ്റർ കൂടി ഉണ്ടല്ലോ. അയാൾക്ക് കോമൺ സെൻസ് ഉള്ളത് കൊണ്ട് ചിലപ്പോ എന്റെ സ്കൂപ്പ് ഇട്ടേക്കും. എടോ, കോമൺ സെൻസും പത്രപ്രവർത്തനവും തമ്മിൽ എന്ത് ബന്ധമാണോ? ശ്ശോ, തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഇനി കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ റെഡി ആക്കിക്കോ. എക്സ്ക്യൂസ് മീ, ജീവൻകുമാറിന്റെ ബന്ധുക്കളാണ്. അതെ. എനിക്ക് ചില വസ്തുതകൾ അറിയാനുണ്ട്. ഞാൻ കേരള ഭൂമിയിൽ നിന്നാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഇതിനു മുമ്പ് ആരെങ്കിലും കടലിൽ വീണ് മരിച്ചിട്ടുണ്ടോ? വെള്ളം കുടിച്ച ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐ മീൻ, കുളത്തിലോ കിണറ്റിലോ പുഴയിലോ കായലിലോ വീണ് ആരെങ്കിലും? ഇല്ല. ആ, അപ്പോ കുടുംബ പാരമ്പര്യം മറികടന്നുള്ള ഒരു ദുർമരണമാണിതല്ലേ? സ്വത്തിനെ ചൊല്ലി ജീവൻകുമാറും അയാളുടെ അച്ഛനും തമ്മിൽ എന്തോ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നല്ലോ. ഒരു ഏറ്റുമുട്ടലുമില്ല. അവന്റെ അച്ഛനായത്. സാർ ഇങ്ങോട്ട് വന്നാട്ടെ. എന്താ? ഇവിടെ നിൽക്ക്. ഒരാള് മരിച്ചിട്ട് അയാളുടെ അച്ഛനും സ്വന്തക്കാരും നിൽക്കുമ്പോഴാണോടോ തന്റെ ഈ ചുറിഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കല്? തടി കേടാക്കാതെ പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നാൽ മരിച്ചയാൾ തിരിച്ചു വരുമോ? മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കാതെ താൻ പോകുന്നുണ്ടോ? നന്നായി. കഷ്ടം. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇത് ഇങ്ങനെ നടക്കൂന്നു. ചങ്ക് കയറി താണ്ടോ മാടാതട പ്രഭാകര. ഞാൻ സ്വന്തം ലേഖകൻ. ഇവൻ പ്രസിൽ ബൈൻഡിങ് സെക്ഷനിൽ പശയച്ച് നടന്നവൻ. കാല് നക്കിയും കാക്കാ പിടിച്ചും ചീഫ് റിപ്പോർട്ടറായി. ഇപ്പൊ എന്റെ തലേ കയറി നിന്ന് തൂറുക. നല്ല ഭാഷ സംസാരിക്കണ. ചേട്ടൻ അറിയില്ല സ്കൂപ്പ് മിസ്സായതിന്റെ വിഷമം. ഇന്ന് ബീച്ചിൽ വെച്ച് ഡെഡ് ബോഡി കാണാൻ പോലും സമ്മതിക്കാതെ ഇവൻ എന്നെ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്യാൻ ഞാൻ ആരാ? ബുൾഡോസറോ? നിനക്ക് ശവത്തിന്റെ കൂടെ കയറി കിടക്കായിരുന്നില്ലേ? അവര് കൊണ്ടുപോയി വെട്ടി നുറുക്കി തുണ്ടമായി പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നേലേ ഡബിൾ സ്കൂപ്പ് ആയിരുന്നേനെ. നിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ദഹിപ്പിച്ചാലും നിന്റെ ഐഗോ നിന്നെ വിട്ട് പോവില്ല. അത് നിന്റെ രക്തത്തിൽ അഴിഞ്ഞു. രക്തം രക്തത്തെ തിരിച്ചറിയുന്നത് ഒരുതരം വയലന്റ് കമ്മ്യൂണിക്കേഷൻ കൂടെ ആകരുത്. ഈയിടെ അല്പം കൂടുന്നുണ്ട്. സോഡ കൂടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. സോഡ അല്ല, വിസ്കി. എത്രാമത്തെയാന്ന് അറിയാവോ? ആറാമത്തെയാ. ചുമ്മാ കിട്ടുകയാണെങ്കിലേ ഒരു ഡൂക്കിലി പത്രക്കാരന് 6 അല്ല 60 വരെ ആവാം. എടാ ശിവ, ഞാൻ നീയും ഡൂക്കിലി പത്രക്കാർ. പക്ഷെ ചേട്ടൻ ആരാ? സർവീസിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചീഫ് സെക്രട്ടറിയാ. തന്റെ പുല്ലരിക്ക് വേണ്ടടാ ചൂലേ എന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നു. എവിടെ നിന്ന്? IAS കാരന്റെ കസേരയിൽ. അങ്ങനെയുള്ള ചേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കണം. എനിക്ക് ചേട്ടനോട് മാപ്പ് പറയണം. ചേട്ടന്റെ കാല് ഇത് കണ്ടോ? ചേട്ടാ, ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ സമാധാനം തെറ്റിപ്പോകും. നമുക്ക് നാളെ കാണാൻ കൂട്ടാ. ഈ സാധനം വെച്ചിട്ട് പോകണം. ചേട്ടന്റെ കാര്യം ബന്ധമുണ്ടോ? നമ്മുടെ പ്രഭുകുമാറിനെ റിപ്പോർട്ട് വായിച്ചോ? സംഗതി കലക്കി. എന്തോന്ന് കലക്കി?
ഇങ്ങനെ നാണമില്ലേ ഫസ്റ്റ് വേയിൽ പേര് വെച്ച് ഇങ്ങനെ ഒരു ഭയങ്കര റിപ്പോർട്ട് എഴുതാൻ? എന്തായാലും ഈ മാസം അദ്ദേഹം പേന കയ്യിലെടുത്തു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്താ ശിവന്റെ അഭിപ്രായം? നോ കമന്റ്സ്. ഹലോ. ആ, നിന്റെ ചീഫില്ലേ അവിടെ? എത്തിയിട്ടില്ല. എങ്ങനെ എത്താൻ? ഇന്നലത്തെ വിസ്കിയുടെ കെട്ടിറങ്ങണ്ടേ? നീ അവന്റെ റിപ്പോർട്ട് വായിച്ചോ? വായിച്ചില്ല, വായിച്ച് കേട്ടു. എന്ത് തോന്നി? ഒരു സിനിമ നോട്ടീസ് വായിച്ചിട്ട് എന്ത് തോന്നാൻ? ആ, അത് പോട്ടെ. ആ വാർത്ത വന്ന പല പത്രങ്ങളും നീ വായിച്ചു കാണും. എന്നാലും ഒരു പത്രക്കാരനും കാണാത്ത ഒരു ലൂപ്പോള് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു പത്രക്കാരനും കാണാത്ത ലൂപ്പുകളിൽ എനിക്ക് താല്പര്യമില്ല. നീ ഇങ്ങോട്ട് വാ. ഞാൻ കുറച്ച് ബിസിയാ. നീ ഇങ്ങോട്ട് വാടാ, നമുക്കല്പം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. ആ, നോക്കട്ടെ. Because of death is kept pending in the postmortem report. ഇതിലൊരു കോമൺ ഫാക്ടർ ഉണ്ട്. എല്ലാ പത്രങ്ങളിലും വാർത്ത കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വ്യക്തമല്ല എന്ന് പറഞ്ഞാണ്. എന്ത് മനസ്സിലായി? ഒന്നും വ്യക്തമല്ല എന്ന് മനസ്സിലായി. വ്യക്തമല്ലേ? അല്ല. എടാ, കടലിൽ പോയാൽ വെള്ളം കുടിച്ചല്ല മരിച്ചതെന്ന്. അപ്പൊ ഇതൊരു മുങ്ങി മരണം അല്ല? യെസ്, യു ഗോട്ട് ഇറ്റ്. അത് നീ കണ്ടുപിടിക്കണം. ജീവൻ കുമാറിന്റെ മരണം. നിഗൂഢതകളുടെ ചുരുൾ നിവരുന്നു. ശിവശങ്കർ. എന്റെ ഫീച്ചർ ആരംഭിക്കുകയായി. ചേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കാണാൻ പോവുകയാണ്. എടാ, എടുത്ത് ചാടല്ലേടാ ശിവ. നീ ഇപ്പൊ സർജനെ കാണുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും. കാരണം ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് കേസുകളില് ഹിസ്റ്റോപത്തോളജിക്കൽ എക്സാമിനേഷൻ നടത്തിയാലേ മരണകാരണം വ്യക്തമാകും. കെമിക്കൽ ലബോറട്ടറിയിൽ നിന്ന് റിസൾട്ട് കിട്ടി ഡോക്ടർക്ക് റിപ്പോർട്ട് തയ്യാറാക്കാൻ കുറഞ്ഞത് 10 ദിവസങ്ങളും വേണ്ടിവരും. 10 ദിവസം? അപ്പൊ എന്റെ ഫീച്ചർ? അതിന് വഴിയുണ്ടാക്കാം. കെമിക്കൽ ലബോറട്ടറിയിൽ ഒരു ടെക്നീഷ്യൻ ഉണ്ട്, സൂസന്ന. എന്റെ ഒരു പരിചയക്കാരന്റെ മോള. അവളെ കണ്ടാല് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ മറ്റേത് പത്രക്കാരനേക്കാൾ മുമ്പ് നിനക്ക് കിട്ടും. ചേട്ടാ, എന്നിലെ പത്രക്കാരൻ ഉണർന്നു കഴിഞ്ഞു. എന്നാ അവൻ വീണ്ടും ഉറങ്ങുന്നതിന് മുമ്പ് വേഗം ചെല്ലടാ. ഇനി എനിക്ക് ഉറക്കമില്ല. അതിപ്പോ പ്രശ്നം എന്നാന്ന് വെച്ചാല് സാധാരണ പത്രക്കാരോട് ഞങ്ങൾ ഇതൊന്നും പറയുകയല്ല. മേനോനെങ്കിലും പറയുമ്പോ പിന്നെ പറയാതിരിക്കാനും മേല. അല്ല, ഈ ഹിസ്റ്റോപാത്തോളജിക്കൽ എക്സാമിനേഷൻ റിസൾട്ട് വല്ലതും? ഓ, അതില് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനിയിപ്പോ വിസ ടെസ്റ്റ് കഴിയാതെ മുഴുവനായിട്ട് ഒന്നും പറയാനൊക്കത്തില്ല. 1 മിനിറ്റ്. എന്താ ടെസ്റ്റ്? വിസറ ടെസ്റ്റ്. എഴുതിയെടുക്കാൻ മാത്രം ഒന്നും ഇല്ലെന്നേ. ജീവൻ കുമാർ, 23 ഇയേഴ്സ്. നാർക്കോട്ടിക്സിന്റെ ഓവർഡോസ് കാണുന്നുണ്ട്. കൃത്യമായിട്ട് ഏത് ലഹരി മരുന്നാണ് ഉപയോഗിച്ചത് എന്നറിയാമോ? ആള് കൊള്ളാലോ. അത് ഫൈനൽ റിപ്പോർട്ട് വന്നതിന് ശേഷം. ഒരു സ്നേക് വെനം സിംറ്റം കൂടി കാണുന്നുണ്ട് കേട്ടോ. കൺഫേം ചെയ്തിട്ടില്ല. 2-3 ദിവസമെങ്കിലും എടുക്കും. അയ്യോ, ഇതെന്നാ പണിയോ? സ്നേക് വെനം മെൻഷൻ ചെയ്യരുത്. അതിപ്പോഴും ഡൗട്ട്ഫുള്ളാ. താങ്ക് യു, മിസ് സൂസന്ന. നോ, മിസ്സിസ് സൂസന്ന മാത്യു. സൂസന്ന മാത്യു. അയ്യോ, ഇതെന്നാത്തിനാ എന്റെ പേര്? ടീച്ചർ തന്നെത്താൻ അങ്ങോട്ട് എഴുതിയാ മതി. ഞാനൊന്നും പറഞ്ഞുമില്ല, നിങ്ങളൊന്നും കേട്ടുമില്ല. അതാ അങ്കിള് തന്ന വാക്ക്. എക്സ്ക്യൂസ് മീ, എനിക്ക് ഇവിടുത്തെ ചില രഹസ്യങ്ങൾ അറിയാനുണ്ട്. അതിന് പറ്റിയ ഒരുത്തൻ ഒരു പണിയില്ല അകത്തിരിപ്പുണ്ട്. കംപ്ലീറ്റ് രഹസ്യം അങ്ങനെ പറഞ്ഞു. ആരാണ് അയാൾ? പ്രിൻസിപ്പൽ. ആഹാ, ഇങ്ങനെയാണ് ഒരു അധ്യാപകനെ കുറിച്ച് വിദ്യാർത്ഥികൾ സംസാരിക്കുന്നത്. അപ്പൊ ചേട്ടൻ കോളേജിൽ പോയിട്ടില്ല അല്ലേ? ഇല്ല, എനിക്ക് ചെറുപ്പത്തിൽ തന്നെ പോലീസ് ചേരേണ്ടി വന്നു. ജീവൻ കുമാറിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. ആരൊക്കെയാണ് അയാളുടെ സുഹൃത്തുക്കൾ? പറയാൻ. ഞങ്ങൾ ജൂനിയേഴ്സ് ആണ്. ദാ അവിടെ ആ ഇരിക്കുന്ന ആൾ ജീവന്റെ അടുത്ത സുഹൃത്താണ്. ആ സന്യാസിയോ? അയ്യോ, സന്യാസിയല്ല, അത് ഇവിടുത്തെ സ്റ്റുഡന്റാണ്. സത്യമായിട്ടും. എക്സ്ക്യൂസ് മീ, ഒരു ബീഡി എടുക്കാനുണ്ടാവും? ഉണ്ടാവില്ല. ഒരു പഫായാലും മതി.
കൊള്ളാം, സംഗതി സ്ട്രോങ് ആ. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. അതിന് ഞാനെന്ത് വേണം? ഒന്നും വേണ്ട. ജീവൻ കുമാർ എന്റെയും സുഹൃത്തായിരുന്നു. അവന്റെ മരണം എന്നെ തളർത്തി കളഞ്ഞു. എന്തായിരിക്കും മരണകാരണം? ഒരാൾ മരിച്ചതിന് ശേഷം കാരണം പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? എങ്കിലും നമ്മുടെ ഒരു സുഹൃത്ത്. ജീവനെ എബ്രുവിനെ 4 ദിവസം മുമ്പാ കാണാതായത്. ജീവന്റെ ബോഡിയെങ്കിലും കിട്ടി. പക്ഷെ എബ്രു ആരാണ് എബ്രു? എബ്രുവിനെ അറിയില്ലേ? എബ്രഹാം. അവനൊരു നല്ല സ്കൾപ്റ്ററായിരുന്നു. ഓ, എബ്രഹാം, ശില്പി. എന്റെ ഈശ്വര, അവന്റെ ബോഡി പോലും കിട്ടിയില്ലെന്നു. സാറെന്താണ് ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും പറയൂ. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഈ സ്ഥാപനത്തെ ഒരു കഞ്ചാവ് ചന്തയെ ചിത്രീകരിക്കണം അല്ലേ? ചിത്രീകരിക്കാൻ എന്തിരിക്കുന്നു, അതാണല്ലോ സത്യം. ഇനി ഒന്നേ ഉള്ളൂ. എല്ലാ മയക്കുമരുന്നുകളുടെയും വിലവിവര പട്ടിക കോളേജിന്റെ ഗേറ്റിൽ തൂക്കിയാൽ വളരെ നന്നായിരിക്കും. കസ്റ്റമേഴ്സിന് അത് വളരെ സൗകര്യമായിരിക്കും. സുഹൃത്തെ, ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പലാണ്. കഴിഞ്ഞ 25 കൊല്ലമായി അധ്യാപനമാണ് എന്റെ ജോലി. വിദ്യാർത്ഥികളെ സ്നേഹിക്കാനല്ലാതെ വഴിതെറ്റിക്കാൻ ഞാൻ ശീലിച്ചിട്ടില്ല. ജീവനും എബ്രുവും എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. ജീവൻ മരിച്ചു. എബ്രുവിനെ കാണാനില്ല. എനിക്കത് വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ്. നിങ്ങൾക്കത് സെൻസേഷണലായ ഒരു ഗോസിപ്പ്. എഴുതിക്കോളൂ. എന്ത് വേണമെങ്കിലും എഴുതി പേരെടുത്തോളൂ. പേരെടുക്കാനല്ല, സമൂഹ മനസാക്ഷിയുടെ ശ്രദ്ധിക്കപ്പെടേണ്ട തലങ്ങളിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളത് ഒരു പത്രക്കാരന്റെ ധർമ്മമാണ്. സത്യം പറയുമ്പോൾ പലരുടെയും മുഖം കോടിപ്പോയെന്നിരിക്കും. അത് എന്റെ കുറ്റമല്ല. ട്രൂത്ത് ഈസ് സോ ക്രൂവൽ ആൻഡ് വിഷ്യസ്, ഐ കാൻറ്റ് ഹെൽപ്പ് ഇറ്റ്. സാറ് കുറെ നേരമായാലും എഴുതുന്നു. എപ്പോ തീരും? പറയാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ എഴുതി തന്നാ മതി. എഴുതി തീരുമ്പോ തരും. ഇടയ്ക്ക് ശല്യപ്പെടുത്തരുത്. 4 തവണ ന്യൂസ് എഡിറ്റർ വിളിച്ചു ചോദിക്കുന്നു. ഇന്ന് 6 മണിക്ക് മുമ്പ് കിട്ടിയില്ലെങ്കിൽ നാളത്തെ ഭൂമിയിൽ വരൂല്ല. ഞാനേ വാർത്ത സ്വല്പം സെൻസേഷനിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണാതായ ഈ മൂഷികൻ ഒരു പ്രേമകഥയിലെ നായകനായിരുന്നു. തുടിക്കുന്ന നെഞ്ചും തോരാത്ത കണ്ണീരുമായ അവന്റെ കാമുകി അവനെ കാത്തിരിക്കുകയാണ്. കാമുകിയോ? ഏത് കാമുകി? കാമുകിയില്ല, പിന്നെ ഞാൻ ഉണ്ടാക്കുകയാണ്. ആ, കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. നാളത്തെ പത്രത്തിൽ ഈ വാർത്ത വായിച്ച് ജനം ഞെട്ടും. ഞൊട്ടും. വാർത്ത വായിച്ച് ഞാൻ ഞെട്ടിയാ ജനം ഞെട്ടും, ഇല്ലെങ്കിൽ താൻ ഞെട്ടും. ഇയാളൊരു വെടിക്കെട്ടുകാരൻ. ഞെട്ടിക്കും. ഇരുമ്പ് തൊപ്പിയിട്ട് വന്നിരിക്കുക. വെറുതെ ശമ്പളം. മോൻ പോയി ബുക്ക് എടുത്തോണ്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ടുണ്ട്, കൊള്ളാം. ഇന്ന് എന്ത് പറ്റി? ഈ അഭിനന്ദനം പതിവുള്ളതല്ലോ. ഇഡ്ഡലിയുടെ സ്വാദുണ്ടാവുക ഇവിടെ പതിവുള്ളതല്ലോ. സുമിത്രേ, സുമിത്രേ, എന്താ? എന്റെ തൂലിക എവിടെ? ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ പേനയും പെൻസിലും ഒന്നും എടുക്കാറില്ലല്ലോ. അറിയാം, അത് നിന്റെ ജന്മശത്രുക്കളാണല്ലോ. ഇവൻ എന്നെ പോലെ തന്നെ മിടുക്കനാവും. ചെറുപ്പത്തിലെ എന്റെ പേനയിലോട്ടാണ് നോട്ടം. ഇവനും എഴുതും. കീപ് ഇറ്റ് അപ്പ്. അച്ഛനും മോനും കൂടെ എഴുതി എഴുതി എന്റെ തലയിലെഴുത്ത് മാറ്റാതിരുന്നാ മതി. എന്താണ് കേത്? സോറി, മിസ്റ്റർ ശിവശങ്കർ അല്ലേ? ആണെങ്കിൽ കേരള ഭൂമിയുടെ റിപ്പോർട്ടർ. ആ, ഞാൻ രവീന്ദ്രനാഥ്, രേഖ കാഷ്യൂ പ്രൊഡക്ഷന്റെ പ്രൊപ്പറേറ്റർ. അതിന് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല, സ്വകാര്യമാ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ആ റെസ്റ്റോറന്റിൽ നിന്ന് സംസാരിക്കാം. വരണം പ്ലീസ്. മിസ്റ്റർ ശിവശങ്കറിന്റെ ഇന്നത്തെ റിപ്പോർട്ട് ഞാൻ കണ്ടു. വളരെ നന്നായി. നിങ്ങളതൊരു ഇഷ്യൂ ആക്കി മാറ്റുന്ന മട്ടുണ്ടല്ലോ, അതാണ് എന്റെ സ്റ്റൈൽ. ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ, അപ്പോ നമുക്ക് കുടിക്കാൻ എന്താ? സംതിങ് ഹോട്ട്. ഇവിടെ ബാറുണ്ട്. ഈ നേരത്തോ? അത് കള. പത്രക്കാർക്ക് അതിന് നേരോ കാലോ ഒന്നുമില്ലെന്ന് എനിക്കറിയാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 2 എണ്ണം അടിച്ചാൽ നല്ല മൂടായിരിക്കും.
പറയട്ടെ. വേണ്ട, ഞാൻ പകൽ കഴിക്കാറില്ല. സമയം പോകുന്നു, സ്വകാര്യനെയും പറഞ്ഞില്ല. ഒന്നുമില്ല. ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് കാണാതായ പയ്യന് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അന്വേഷിച്ചറിഞ്ഞു. വായനക്കാരോട് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ റിപ്പോർട്ടുകളും വളരെ സമഗ്രമായി അന്വേഷിച്ച ശേഷമേ ഞങ്ങൾ എഴുതാറുള്ളൂ. ഇത്തരം സെൻസേഷണലായ റിപ്പോർട്ടുകളിൽ നിങ്ങൾ എന്തിനാ പാവം പെൺകുട്ടികളെ വലിച്ചഴക്കുന്നത്? അതവരുടെ ഭാവിയെ ബാധിക്കില്ലേ? നാട്ടിലുള്ള പെൺകുട്ടികളുടെ മുഴുവൻ ഭാവി ശോഭനമാക്കി കൊടുക്കലല്ല പത്രക്കാരന്റെ പണി. അതിരിക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് ഇതിന് ഇത്ര താല്പര്യം? ആ റിപ്പോർട്ടിൽ പറയുന്ന പെൺകുട്ടി എന്റെ മകളാണ്. കാണാതായ എബ്രഹാമിനെ അവൾക്കറിയാമായിരുന്നു. വെറും പരിചയം. വെറും പരിചയം? എബ്രഹാമിനെ പരിചയമുള്ള ധാരാളം പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരുടെ ആരുടെയും തന്തമാർ എന്നെ അന്വേഷിച്ച് വന്നില്ലല്ലോ. അതെന്താ? അത് അവരോട് ചോദിക്കണം. എനിക്ക് എന്റെ മകളെ കുറിച്ച് ഉത്കണ്ഠയുണ്ട്. മിസ്റ്റർ രവീന്ദ്രനാഥ്, കളികൾ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ മകളുടെ കാമുകനാണ് കാണാതായ എബ്രഹാം. അവൻ എവിടെയാണ്? നിങ്ങൾ ഒളിപ്പിച്ചതോ അതോ? അനാവശ്യം പറയരുത്. നിങ്ങൾ എന്താ ഒരു അച്ഛന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാത്തത്? സ്വന്തം പെൺമക്കളുടെ കാമുകന്മാരെ കൊന്നു കുഴിച്ചുമൂടി എത്രയോ തന്തമാരെ പറ്റി ഞാൻ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അടുത്ത് അഭിനയം വേണ്ട. എബ്രഹാം എവിടെ? നിങ്ങൾക്കറിയാം. നിങ്ങളത് പറയും, ഇല്ലേ പറയിപ്പിക്കും. എടോ, ഇത്രയും സമയം ഞാൻ മര്യാദക്കാണ് സംസാരിച്ചത്. ഇനി ഞാൻ തനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. ഇനി ഒരക്ഷരം എന്റെ മകളെ കുറിച്ച് അച്ചടിച്ചു വന്നാൽ അതതിന്റെ അവസാനത്തെ റിപ്പോർട്ടായിരിക്കും. സൂക്ഷിച്ചോ. മഞ്ഞത്തൊപ്പി മഞ്ഞപ്പത്രം, അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, അടിച്ചു പൊളിച്ച് ഞങ്ങൾ. എന്താ നിങ്ങളുടെ പ്രശ്നം? നിക്ക് ഞാൻ പറയാം. അച്ഛന്റെ പോലും അനുവാദമില്ലാതെ ഒരു പത്രക്കാരൻ കോളേജിൽ കയറി ഒരു പെൺകുട്ടിയോട് പോലീസ് മുറയിൽ പെരുമാറാന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒന്ന് നിർത്തിട. അച്ഛനൊന്ന് ചുമ്മാ ഇരിക്കണം. ഇവൻ വിദ്യാർത്ഥികളുടെ പൊതുശത്രുവാണ്. ഇവനാണ് ഫൈൻ ആർട്സ് കോളേജിൽ കഞ്ചാവ് കമ്പോളെന്ന് പത്രത്തിൽ എഴുതിയവൻ. ഇന്നലെ ഫൈൻ ആർട്സ് കോളേജിൽ കഞ്ചാവ് വെച്ചോണം, ഇനി മ്യൂസിക് കോളേജിൽ കാമുകി. ഇവന്റെ സ്ഥിരം പരിപാടിയാ. ഇവനെ പോലത്തെ തീര പത്രക്കാരനെ പിടിച്ച് അകത്തിരുത്തി അച്ഛനൊരു രക്ഷകന്റെ വേഷം കിട്ടരുത്. അയാളെ ഞാൻ എന്തിനാ രക്ഷിക്കണേ? അയാളൊരു ജേർണലിസ്റ്റ് അല്ലേടാ. പ്രൊഫഷൻ. മോനെ എന്തേ തൊപ്പിങ് നേടാ. തൊപ്പി തല്ലച്ചു. ഒരു സെൻസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് ഇല്ലാത്തതും പറയുകയും ഒക്കെ ചെയ്യും. രേഖയെന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനായിരുന്നെങ്കിൽ അപ്പ കൊടുത്തേനെ ഓർണം. രേഖയുടെ അച്ഛൻ എബ്രുവിനെ കൊന്ന് ഡെഡ് ബോഡി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയാൻ അവരുടെ ഒരു ധൈര്യം. മരിച്ചിട്ടില്ല. മോളെ, എന്ത് കിടപ്പായത്? വന്നുപോലെ കഴിക്കേ. ഏതോ ഒരു ചെറുക്കനെ കാണാനില്ലെന്നും പറഞ്ഞ് നീ എന്തിനാ മോളെ പ്രയാസപ്പെടുന്നത്? കരച്ചിലും പിടിച്ചിലും ഒക്കെ തീർന്നില്ലേ? നിന്നെ കോളേജിൽ അയച്ചത് പഠിക്കാനാണ്, അല്ലാതെ വീട്ടുകാരുടെ സൂര്യ കിടത്താനല്ല. അവളെ കൂടുതൽ വിഷമിപ്പിക്കാതെ. എന്ത് വിഷമം? നീയാണ് ഇതിന് കാരണക്കാരി. പെൺപിള്ളേരെ മര്യാദയ്ക്ക് വളർത്തേണ്ടത് അമ്മമാരാ. ഇന്നത്തെ പത്രം വായിച്ചില്ലേ? കൂട്ടുകാരൻ ചത്തത് മയക്കുമരുന്ന് കഴിച്ചിട്ടാ, അല്ലാതെ കൊലപാതകമല്ല. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. കരയാതെ. എനിക്കറിയാം. എബ്രു പാവ. സുധേ,
ബ്ലഡി നോൺസെൻസ്. വാട്ട് ദി ഹെൽ ആർ യു ഡൂയിങ്? കണ്ണ് കാണാൻ പാടില്ലടോ. അതെ, കണ്ണിന്റെ കാഴ്ചയല്ലേ ഇവിടെ പ്രശ്നം. ഞങ്ങൾക്ക് ഈ കുട്ടി ഒന്ന് പരിചയപ്പെടണമായിരുന്നു. എന്തിന്? കാര്യമുണ്ട്, വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ നടക്കില്ല. ഞാൻ ടിവിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഐ ഡോണ്ട് അലോ എനി കൈൻഡ് ഓഫ് ഇന്ററപ്ഷൻ. ഇയാൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ ചെന്നാ മതി. സോറി ഫോർ ദി ഇന്ററപ്ഷൻ അവരെഴുതി കാണിച്ചോളൂ. വാടാ, നമുക്ക് പോവാം. നീ ഭയങ്കര ഇമ്പൾസീവ് ആയിപ്പോയി. എടാ, മനുഷ്യന് ആവേശം ആവശ്യത്തിന് പാടുള്ളൂ. അതല്ല, ഞാൻ അവളെ കണ്ടപ്പോ തന്നെ പരിസരം മറന്നുപോയി. എടാ, ബഹളത്തിനിടെ കയറി കൺഗ്രാറ്റുലേഷൻസ് രേഖാന്ന് അലറി വിളിക്കണമായിരുന്നു. ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കായിരുന്നു. ഒക്കെ നശിപ്പിച്ചില്ലേ? അത് സാരില്ല, നീ വാ. വാടാ. എക്സ്ക്യൂസ് മീ. ഹലോ, ഇത് എബ്രു, ഫൈനാൻസ് കോളേജിലെ സ്റ്റുഡന്റാ. ആളൊരു സ്കൾപ്റ്ററാ. അല്ല, നമ്മളാരാ? ഇത് ജീവൻ, എന്റെ ഫ്രണ്ടാ. അതെ, യൂണിഫെസ്റ്റിന്റെ ടി വി പ്രോഗ്രാം കണ്ടു. രേഖയുടെ സോങ് വളരെ ഇഷ്ടമായി. അപ്പൊ തന്നെ ഇവന് ഭയങ്കര നിർബന്ധം. ഒറ്റ മിനിറ്റ്, ഞാൻ ആ ബുജിയെ പോയി ഒതുക്കിട്ട് വരാം. നീ വന്ന കാര്യം നടക്കട്ടെ. ഓ, ഇതിനാണോ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയത്? അയ്യോ, ബഹളം ഉണ്ടാക്കാനല്ല വന്നത്. ജസ്റ്റ് സേ കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ടൈമിംഗ് തെറ്റി, അതായി. എനിഹൗ, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു വെരി മച്ച്. ഹലോ. ഹായ്, എന്താ ഇവിടെ? ഞാനൊരു ഗിഫ്റ്റ് വാങ്ങാൻ വന്നതാ. ആർക്ക്? എന്റെ ഫ്രണ്ടിന്. അല്ല, ഫ്രണ്ടിന്റെ സിസ്റ്ററിനാ, ജീവന്റെ. അന്ന് അവിടെ വെച്ച് കണ്ടില്ലേ, പെയിന്റർ. ഓർമ്മയുണ്ട്. ഗിഫ്റ്റ് സെലക്ട് ചെയ്തില്ലേ? ഇല്ല, എന്താ വാങ്ങേണ്ടെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒന്ന് സഹായിക്കാം, ഇഫ് യു ഡോണ്ട് മൈൻഡ്. സെലക്ട് ചെയ്യാൻ ഞാൻ അത്ര സ്മാർട്ടൊന്നുമല്ല. സി, ഐ എം നോട്ട് കമ്പലിംഗ് യു. വിരോധം ഇല്ലെങ്കിൽ മാത്രം. പെൺകുട്ടിക്കാ അല്ലേ? പെൺകുട്ടിക്ക് ഇത് കൊടുത്താ മതി, എല്ലാം മനസ്സിലാവും. ഷീസ് ഓൺലി എ കിഡ്. ജീവന്റെ സിസ്റ്റർക്ക് 7 വയസ്സായിട്ടുള്ളൂ. You didn't tell me that. പറയാതെ ഞാൻ എങ്ങനെ അറിയും? ഐ എം സോറി. കഴിഞ്ഞില്ല ഇതുവരെ, നമുക്ക് പോവാം. അമ്മയാ. ഹലോ, ദിസ് ഇസ് എബ്രു. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ? ഓ, അഭിനന്ദിക്കാൻ വന്നിട്ട് മറന്നുപോയാ? അത് ഇത്ര പെർഫെക്റ്റ് ആയി വീട്ടിലെത്തിയോ? ലൈവ് ടെലികാസ്റ്റ് ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല, പക്ഷെ എല്ലാം എന്നോട് പറയും. എവിടെയാ താമസം? സിറ്റി തന്നെ. അച്ഛനമ്മ എന്ത് ചെയ്യുന്നു? ഇല്ലാത്തവരെ കുറിച്ച് എന്ത് പറയാൻ? You mean? അവർ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദം. അപ്പോൾ ഞാൻ ഒരു ഓർഫനാണ്, അനാഥൻ. ഹോളി ക്രോസ് ഓർഫനേജ്, അതാണ് എന്റെ തറവാട്. ക്ഷമിക്കൂട്ടി, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി. ഇറ്റ്സ് ഓക്കെ, ടേക്ക് ഇറ്റ് ഈസി. ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. നമുക്ക് പോവാൻ മോളെ. വരട്ടെ കുട്ടി, പിന്നെ കാണാം. അപ്പൊ ഗിഫ്റ്റ്? അത് കുഴപ്പമില്ല, ഞാൻ സെലക്ട് ചെയ്തോളാം. രേഖ വെക്കോളൂ. ഹെൻറി മൂറിന്റെ ചില വർക്കുകളിൽ കാണുന്ന ഒരുതരം ഡിസ്കഷന്റെ സ്വഭാവം ഉണ്ടല്ലോ, എസ്പെഷ്യലി ദ വേ ഹി കൺവേസ് ദ എക്സ്പ്രഷൻസ്. ദ എക്സ്പ്രഷൻസ് ഓഫ് റൊമാൻസ്. മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന 2 ശിലകൾ, ഒരു നൂറ്റാണ്ട് മുഴുവൻ പറഞ്ഞാൽ തീരാത്ത വികാരങ്ങൾ, അവയുടെ പ്രതികരണങ്ങൾ. എത്ര സിമ്പിളാണ് ഹെൻറി മൂറിന്റെ സ്റ്റൈൽ. എന്താടേ ആ ഒരു റൊമാന്റിക് മൂഡ്? ഹായ് രേഖ. വാട്ട് എ കോയിൻസിഡൻസ്. അവളെന്താണ് ഇവിടെ? നീ ഇവിടെ ഇരുന്നാ മതി, ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തോളാം. ഇനിയിപ്പോ നിന്റെ ആവശ്യമില്ലല്ലോ. ഇറ്റ്സ് റിയലി എ സർപ്രൈസ്. എന്താ ഞങ്ങളുടെ കോളേജിന്റെ വിസിറ്റ്? അത് വെറുതെ വന്നാണെന്ന് എന്നോട് പറയുന്നത്. യു ഗോട്ട് സംതിങ് ഇൻ യുവർ മൈൻഡ്. I'm really sorry, bro.
ഇന്നലെ ഷോപ്പിൽ വെച്ച് ആലോചിച്ചപ്പോ ആകെ വിഷമം തോന്നി. യു മീൻ എ സോർട്ട് ഓഫ് സിമ്പതി? ഒരു അനാഥനോട് ആർക്കും തോന്നാവുന്ന സാധാരണ വികാരം, അതിലപ്പുറമൊന്നുമില്ല. ഐ ഡോണ്ട് ലൈക്ക് ദിസ്. നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണിത്. എബ്രു, പ്ലീസ്. കണ്ടോ, ആ വെളിയിലുണ്ട് ദയ, അത് വേണ്ട. അച്ഛനമ്മമാരുടെ സ്നേഹവും വാത്സല്യവും അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഐ എം നോട്ട് വറീഡ്. ഇതിൽ നിന്നൊക്കെ ഒരു റിലീഫ്, അതാണ് കോളേജ്. പക്ഷെ ഇവിടെ പോലും എന്നോട് തമാശ പറയാൻ മടിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും സോഫ്റ്റ് കോർണർ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, അത് നിനക്ക് മനസ്സിലാവില്ല. ഓ, ഐ എം സോറി. എന്തോ ഒരു അടുപ്പം തോന്നി, അതാ നീന്ന് വിളിച്ചത്. ഓഹോ, ഇപ്പൊ എന്റെ ഒരു സ്റ്റൈൽ, ഐ മീൻ മൈ വേവ് ലെങ്ത് നിനക്ക് മനസ്സിലായോ? പോടാ. That's it. ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം തന്നുപോയി. അതുകൊണ്ട് എന്ത് തോന്നിയാസം കാണിക്കാന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി ഞാൻ നിന്നെ കുറിച്ച് ചിലതെല്ലാം കേൾക്കാൻ തുടങ്ങിയിട്ട്. ക്ലാസ് കഴിഞ്ഞാൽ നേരെ വീട്ടിലെത്തിക്കണം, അല്ലാതെ അവിടെ ഇവിടെ കറങ്ങി നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞാൽ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായത് നിന്റെ മോളോട് ചോദിച്ചു നോക്ക്. എന്താടി ഒന്നും മിണ്ടാത്തത്? ഇന്നലെ ഒരു ചെറുക്കന്റെ കൂടെ നിന്നെ റെസ്റ്റോറന്റ് വെച്ച് കണ്ടല്ലോ. അത് നിങ്ങൾ കണ്ടോ? ഉണ്ണി പറഞ്ഞ ഞാൻ അറിഞ്ഞത്. അത് പറയാം, അവനെന്താ യോഗ്യത? സ്വഭാവം ഇല്ലാത്തൊരു ഓരോന്ന് പറയും. എടി, അവൻ മാത്രമല്ല പലരും പറഞ്ഞു. ഒരു ദിവസം ബീച്ചില്, ഒരു ദിവസം റെസ്റ്റോറന്റില്. അത് അവളുടെ ഒരു ഫ്രണ്ടാ, എബ്രു. നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള കുട്ടിയൊന്നും അല്ല. ഏത് തരത്തിലുള്ളവനായാലും ശരി, ഇനി നീ അവനെ കാണുന്നത് എനിക്കിഷ്ടമല്ല, മനസ്സിലായോ? എനിക്ക് എബ്രുവിനെ ഇഷ്ടമാണ്. What's wrong in it? എന്താണ് പറഞ്ഞത്? ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം മണ്ണാങ്കട്ട. പെമ്പിളുടെ കയ്യിൽ നിന്ന് തല്ലുള്ള രക്ഷപ്പെട്ടതേ തന്റെ ഭാഗ്യം കൊണ്ടല്ല, ഈ സ്ഥാപനത്തിന്റെ മാനം കൊണ്ടാ. ഇത്തരം പ്രതിസന്ധികൾ എനിക്ക് പ്രചോദനമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ എനിക്ക് പ്രശ്നമാണ്. പ്രഭു കേരളഭൂമി ഉണ്ട്. ശിവശങ്കർ കേരളഭൂമി. എടാ കഴിവേടാ മോനെ, അന്ന് തന്നെ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കേണ്ടതായിരുന്നു. ഞാനത് ചെയ്യാത്തത് ആ സ്ഥാപനത്തെ ഓർത്തിട്ടാ. നീ എന്താ എന്റെ മോനോട് പറഞ്ഞത്? എടാ, നീ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വാടാ. അതിനിടയിൽ മറ്റൊരു കോൾ. ചീഫ് റിപ്പോർട്ടറെ ചീഫ് മിനിസ്റ്റർ വിളിക്കുന്നു. എന്നെ പ്രസ് അക്കാദമി ചെയർമാൻ ആക്കാനാ. നായന്റെ മോനെ, നിന്റെ നാക്ക് ഇറങ്ങി പോയോടാ. ഒരു ഉണക്ക പത്രം കയ്യിലുണ്ടെന്ന് വിചാരിച്ച അങ്ങ് ചെളിയാടാ. നിന്നെ പോലെ കുറെ നാരി പത്രക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എടാ, ഒരുത്തന്റെ ശവം കടപ്പുറത്ത് പൊങ്ങിയില്ലേ, അതുപോലെ നിന്നെയും ഞാൻ കടപ്പുറത്ത് കിടത്തും. പ്രസ് അക്കാദമി ചെയർമാൻ എന്താ ഇവിടെ കിടക്കുന്നത്? ഇവിടെ വന്ന് കിടക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ വന്ന് വടി പോലെ കിടക്കാൻ. ഇപ്പൊ വരും. മുഖ്യമന്ത്രിയല്ല, അണ്ടി മുതലാളി. എടോ പ്രഭാകര, ഒരു പണച്ചാക്ക് വിചാരിച്ചാൽ ഞാനും നീയും അടങ്ങുന്ന പത്രക്കാരുടെ വായ് മൂടിക്കെട്ടാൻ സാധ്യമല്ല. ഇത്തരം പ്രതിസന്ധികളിൽ പരസ്പരം പാരവെക്കാതെ നമുക്ക് ഒരുമിച്ച് നിന്നൂടെ? സാധ്യമല്ല. താൽക്കാലികമായിട്ടെങ്കിലും ഒരു വെടിനിർത്തലായിക്കൂടെ പ്രഭാകര? ചേട്ടൻ എന്തറിയാം? ഏതോ ഒരു പന്ന അണ്ടി മുതലാളിയെ കൊണ്ട് എന്നെ ഉന്നാരോ മോനെ എന്ന് വിളിപ്പിച്ചവനാ ഇവൻ. എന്റെ അമ്മ പോലും എന്നെ എങ്ങനെ വിളിച്ചിട്ടില്ല ചേട്ടാ. ചേട്ടാ, ആ തെറിവിളിയാണ് എന്റെ പ്രചോദനം. രവീന്ദ്രനാഥിന്റെ രക്തക്കറപുരണ്ട കൈകളിൽ കയ്യാമം വെപ്പിച്ചേ ഞാൻ അടങ്ങും. അതിനെനിക്ക് ആ ഡെഡ് ബോഡി വേണം. എടോ അല്ല ശിവ, സ്വന്തം തലയ്ക്ക് വില പറയരുത്. ആരെയും ഞെട്ടിപ്പിക്കുന്ന സംഭവ പരമ്പരകളാണ് ഇവിടെ നടക്കുന്നത്. ജീവൻ കുമാറിനെ കൊന്ന് കടലിൽ താഴ്ത്തിയിട്ട് ഒരു അന്തർവാഹിനിയിൽ അവൻ ഏതോ അധോലോകത്തിലേക്ക് മുങ്ങി. ദാവൂദ് ഇബ്രാഹിമിന്റെ മകൻ ഏബ്രഹാം. എന്തോ ആർക്കും എന്നെ തടയാൻ കഴിയില്ല. ഏബ്രഹാം എന്ന പിഞ്ചു ബാലന്റെ ഇന്റർനാഷണൽ അധോലോക കണക്ഷനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചേട്ടാ, ഇവനെ പോലെ വിഡ്ഢിയല്ല ഞാൻ. അതുകൊണ്ട് ഒരു അക്ഷരം പോലും ഞാൻ പത്രത്തിൽ എഴുതിയില്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു കെണി ഒരുക്കി ഏതെങ്കിലും ഇര വന്ന് വീഴുന്നത് വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അയ്യോ, ഞണ്ട് 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 ഞണ്ട്. ഞണ്ടല്ല, സിറിഞ്ച്. സിറിഞ്ച്? പെത്തഡിൻ നമ്മുടെ നാടൻ സായിപ്പന്മാര് കയറ്റിയതിന്റെ ബാക്കിയാ. നമ്മുടെ നാടിന്റെ പുരോഗതിയുടെ പ്രതീകം. വരും തലമുറയുടെ ഞരമ്പിലൂടെ ഒഴുകുന്നതേ വിഷവാ.
ഈ കടപ്പുറത്ത് ഇനിയും കാണും ഇതുപോലുള്ള 1000 10,000 സിറിഞ്ചുകൾ. ഈ സാമൂഹ്യ ദുരന്തം കാണാൻ നിനക്കൊന്നും കണ്ടില്ലേ? ഒരു ശവത്തിന്റെ പിന്നാലെ പരക്കം പായാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് 2 വാക്ക് എഴുതാൻ നിനക്ക് തോന്നിയോ? എനിക്ക് തോന്നിയിരുന്നു. തോന്നണമെങ്കിൽ സമൂഹത്തോട് ബാധ്യത വേണം, സഹജീവികളോട് സഹാനുഭൂതി വേണം. ഒരു സീരിയസ് റിസർച്ച് തന്നെ ആവശ്യമുള്ള സബ്ജക്റ്റ് ആയിട്ടാ അത്. റിസർച്ച് ചെയ്യണോടാ, ബുദ്ധിമുട്ടണം, കഷ്ടപ്പെടണം. വല്ലവനും തെളിച്ച വഴിയെ നടക്കുന്നതിന് ഇവിടെ ക്രിയേറ്റീവായിട്ടൊരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അറിയാവോ? കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റിയ ഒരാളിനെ ഏർപ്പാടാക്കി തരാം. അതിന്റെ ആവശ്യമുണ്ടോ ചേട്ടാ? താമിണ്ടാതിരിടോ. ഞാൻ എഴുതാൻ ചേട്ടാ, ശക്തമായിട്ട് എഴുതാം. ആരാണ് അയാൾ? എന്നോട് പറ. ഗോൺസാൽവസ്. ഏ? ഗോൺസാൽവസ്, ഹവായി കടപ്പുറത്തെ ഗോൺ.